രാജ്യത്തെ മുൻനിര കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ, സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥയാണ് പിണറായി വിജയനെയും കാത്തിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതി ഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് പോലെയാണ് തൃശൂർ കോർപ്പറേഷനിൽ UDF മേയറെ സംരക്ഷിക്കുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. സർക്കാരിന്റെ സഹായം വേണം. പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ വകമാറ്റി ചെലവഴിക്കാനും പേര് മാറ്റി ഉപയോഗിക്കാനുമുള്ള കേരള സർക്കാരിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തടയിട്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തില് 1.25 ലക്ഷത്തോളം വരുന്ന വീടില്ലാത്ത ആളുകൾ അവർക്ക് ഈ പദ്ധതി വഴിക്ക് വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെയും ബോർഡ് വയ്ക്കാൻ ഈ കേരളത്തിലെ ജനങ്ങള് 1.25 ലക്ഷം ജനങ്ങള് കഴിഞ്ഞ 5 വർഷക്കാലം തയ്യാറായിട്ടുണ്ട്. അമൃത് ഫണ്ട് കോർപ്പറേഷൻ കൊള്ളയടിക്കുകയാണെന്നും സി കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി.